നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 കിലോ പയർ, അതായത് നമ്മുടെ അച്ചിങ്ങ എന്ന് പറയുന്ന പയർ അല്ലെങ്കിൽ വള്ളിപ്പയർ എന്ന് പറയുന്ന പയർ എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, നീളത്തിൽ നമ്മൾ അവിയലിന് കട്ട് ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു മുരിങ്ങയ്ക്കാണ്. മുരിങ്ങയ്ക്ക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട്, 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനായിട്ട്. അതിൻ്റെ എണ്ണം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് തീരുമാനിക്കാം. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 5 പച്ചമുളക് എടുക്കാം, ഇല്ലെങ്കിൽ ഒരു 4 പച്ചമുളകായാലും മതി. പിന്നെ ഒരു 1.25 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് തൈരാണ്. ഇതിലേക്ക് മാങ്ങ ചേർക്കാം, വാളൻപുളി ചേർക്കാം, അല്ലെങ്കിൽ തൈര് ചേർക്കാം. ഞാനിപ്പോൾ തൈര് ചേർത്തിട്ടാണ് ഈ അവിയൽ റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തൈര് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി നല്ല തിക്കായിട്ട് പിഴിഞ്ഞിട്ട് 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മാങ്ങയുടെ പകുതി, പുളിയുള്ള മാങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി, എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ പയറും മുരിങ്ങയ്ക്കയും കുക്ക് ചെയ്യാൻ വയ്ക്കാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചട്ടിയിലാണ് അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടിയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പയർ, അതുപോലെ തന്നെ അധികം വണ്ണമില്ലാത്ത മുരിങ്ങയ്ക്കാണെങ്കിൽ, ഈ ഒരു വണ്ണത്തിലൊക്കെയുള്ള മുരിങ്ങയ്ക്കാണെങ്കിൽ അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. വണ്ണം കൂടിയ മുരിങ്ങയ്ക്കാണെങ്കിൽ മാത്രം നമ്മളൊന്ന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ 3 മുരിങ്ങയ്ക്ക് മാത്രം 2ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. നമ്മൾ വെള്ളം അധികം ചേർത്തില്ല കേട്ടോ ഈ ഒരു അവിയൽ റെഡിയാക്കുന്നത്. ചെറിയൊരളവിലെ വെള്ളം തളിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളകും ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് അരച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ അരച്ച് ചേർക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പയറിലേക്കും മുരിങ്ങയ്ക്കയിലേക്കും ഒക്കെ നമ്മുടെ എരിവ് പിടിച്ചു വരണമല്ലോ. ഇതിലേക്ക് പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. അധികം വേണ്ട കേട്ടോ, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് കറിവേപ്പില, ഒരു പിടി കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ വെള്ളം ഒട്ടും തന്നെ ഇല്ല, നന്നായിട്ട് ഡ്രൈ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം 1-2 സ്പൂൺ വെള്ളം തളിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും തളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് സമയം എടുക്കും ഇത് വെന്ത് വരാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവിയിൽ വെന്ത് വരേണ്ട കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇനി അടഞ്ഞിരിക്കട്ടെ. നമുക്ക് അരപ്പിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ബാക്കി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഇളക്കൽ പരിപാടികൾ. അതിനുശേഷം ഞാൻ പറയാം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ നമ്മുടെ കഷ്ണങ്ങളിൽ പച്ചമുളക് ചേർക്കാൻ വിട്ടുപോയിന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പച്ചമുളക് ഇതിലേക്ക് ചേർത്താലും മതി. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്. പിന്നെ ചേർക്കുന്നത് കറിവേപ്പില. അവിയലിൽ കറിവേപ്പില ധാരാളമായിട്ട് ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തോരൻ്റെ പാകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അവിയലിൻ്റെ പാകത്തിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരഞ്ഞു പോരുത്, വെള്ളം ചേർക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഇതാ നമ്മൾ നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അവിയലിൻ്റെ പാകത്തിൽ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ നിങ്ങൾ തൈരാണ് ചേർക്കുന്നതെങ്കിൽ തൈര് ഒന്ന് ചെറുതായിട്ട് ഉടച്ച് വെക്കണം. കട്ടി തൈരാണെങ്കിൽ ഒന്ന് ഉടച്ച് വെക്കണം. ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് ഉടച്ച് വയ്ക്കുക. മാങ്ങയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മുടെ കഷ്ണങ്ങൾ പകുതി വേവാകുമ്പോൾ മാങ്ങ ചേർത്ത് കൊടുക്കാം. പുളിയാണെങ്കിലും കഷ്ണങ്ങൾ 3/4 ഭാഗം വേവായി കഴിഞ്ഞിട്ട് പുളി ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ തൈരൊക്കെ ഒന്ന് ഉടച്ച് വെച്ചിട്ട് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ കട്ടിയിലൊന്നും പിടിച്ചു വന്നിട്ടില്ല, കണ്ടോ? ആ എണ്ണയിൽ തന്നെയാണ് കുക്കാവുന്നത്. ഇനി നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ വേറെ വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. ചീരയുടെ തണ്ടൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചീരയുടെ തണ്ടൊക്കെ ചേർക്കാം. ഞാനപ്പോൾ ഇത് മെയിനായിട്ട് പയറിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്, പയർ അവിയൽ എന്നുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് മുരിങ്ങയ്ക്ക് മാത്രം ചേർത്തത്. അവിയൽ എന്ന് പറയുമ്പോൾ ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും ചേർക്കാം. മുരിങ്ങയ്ക്കോ ക്യാരറ്റോ അതുപോലെ തന്നെ ചീരത്തണ്ടോ, നമുക്ക് വീട്ടിൽ അവൈലബിൾ ആവുന്ന ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ ചീരയുടെ തണ്ട് അല്ലെങ്കിൽ വെണ്ടയ്ക്ക ചേർക്കാം, 1-2 വെണ്ടയ്ക്ക ചേർക്കാം. അപ്പോൾ
ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിരുന്ന് കുക്കായി വരട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കഷ്ണങ്ങളൊക്കെ ഒരുവിധം കുക്കായി കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പയറൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ കട്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ തൈര് ചേർക്കാൻ പോകുന്നത്. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് കുഴഞ്ഞിരിക്കുന്ന രീതിയിലുള്ള അവിയലാണ് കേട്ടോ, ഡ്രൈ ആയിട്ടുള്ള അവിയലല്ല. ഇനി നമുക്ക് ഈ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വളരെ ചെറിയ അളവിൽ ഈ അരപ്പൊന്ന് കുക്കായി വരാൻ ആവശ്യമായ ചെറിയൊരളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും സമയമായിട്ട് നമ്മൾ വെജിറ്റബിൾസ് വേവിക്കാൻ വെച്ചിട്ട് വെള്ളം ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഒരുമിച്ചാക്കിയിട്ട് അടച്ചു വയ്ക്കണം. അടച്ചു വയ്ക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം. അവിയലിൻ്റെ കുക്കിംഗ് കംപ്ലീറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. നമ്മൾ ഈ അരപ്പും വെള്ളവും ചേർത്തപ്പോൾ മാത്രമേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 4 മിനിറ്റ് 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. 4 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 2 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഇളക്കുക. അതിനുശേഷം വീണ്ടും 2 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ആയി. ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പിടി ഉള്ളി എടുത്തിരുന്നല്ലോ, ആ ഉള്ളി ചതച്ചതാണ്. ഉള്ളി ചതച്ചതും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മാങ്ങയാണ് ചേർക്കുന്നതെങ്കിൽ ഈ അരപ്പ് ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മാങ്ങ ചേർക്കുക കേട്ടോ. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ആവി വന്നതിന് ശേഷം മാത്രം അരപ്പ് ചേർത്ത് കൊടുക്കുക. മാങ്ങ ചേർക്കുമ്പോൾ പുളിയാണെങ്കിൽ ഇപ്പോഴൊന്നും ചേർക്കരുത്, കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് മിക്സ് ആയി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യവും കൂടി ചേർക്കാനുണ്ട്, നമ്മുടെ തൈര്. പുളി അധികമുള്ള തൈരാണെങ്കിൽ വളരെ ചെറിയ അളവിൽ ചേർക്കുക. പുളി കുറഞ്ഞ തൈരാണെങ്കിൽ മാത്രം കൂടുതൽ ചേർക്കുക. നമ്മുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അവിയൽ കുഴഞ്ഞ് വരുന്നത് ചെറിയൊരു കുഴയിൽ വരും തൈരൊക്കെ ചേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളി കുറവാണെങ്കിൽ വീണ്ടും തൈര് ചേർത്ത് കൊടുക്കാം. പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പുളിയൊക്കെ പാകമാണ്. നമുക്ക് കുറച്ച് ഉപ്പ് മാത്രം മതി, വളരെ ചെറിയ അളവിൽ ഉപ്പ്. ഇനി ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചട്ടിയുടെ ചൂടുള്ളതുകൊണ്ട് നമുക്കിനി ഒരുപാട് സമയം ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. നമ്മൾ സാധാരണ അവിയലിൽ ചേർക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒരുമിച്ചാക്കി സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതൊക്കെ ഒരുമിച്ചാക്കി വെച്ചിട്ട് ധാരാളമായിട്ട് നമ്മുടെ കറിവേപ്പില എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില എപ്പോഴും അവിയലിൽ കൂടുതൽ ചേർക്കേണ്ടതാണ്. അതിന് മുകളിലായിട്ട് കുറച്ചധികം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ചൂടൊക്കെ കംപ്ലീറ്റ് മാറി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇതുപോലെ വെച്ചതിന് ശേഷം ഇളക്കി മിക്സ് ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. അപ്പോൾ ഇതുപോലെ പയർ ഉപയോഗിച്ച് മാത്രം അവിയൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. തൈര് ചേർത്ത് തന്നെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. തൈര് ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ പുളിയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ തൈര് ചേർക്കുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, അതും കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിന് ശേഷം പുളി ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർക്കുക. പുളി ചേർത്ത് അവിയൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് തൈരോ മാങ്ങയോ ചേർക്കുന്നതാണ് ഇങ്ങനെയുള്ള അവിയൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് നാളെ കാണാം.